പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ SPM മറ്റേ കൈപ്പറമ്പിലുള്ള ഡോക്ടറുടെ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലുള്ള മുറിവെണ്ണ നമ്മൾ മുറിവെണ്ണ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. മുറിവെണ്ണ എന്ന് പറയും. അത് ഉപയോഗിക്കുന്നതെല്ലാം ഒടിവിനും ചതവിനും വാദവേദനകൾക്കും നീർക്കെട്ടിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ മുറിവെണ്ണ ഉപയോഗിക്കുന്നത് കളരി കുറുപ്പന്മാരാണ്. ഒടിവും ചതവും ഉണ്ടാവുക. അപ്പൊ അവർക്കെല്ലാം ഓരോ ഗുരുക്കന്മാർക്കും കളരി ഗുരുക്കന്മാർക്കും അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള മുറിവെണ്ണ ഉണ്ട്. അപ്പോ അതില് ചിലർ തൊട്ടാവാടി ചേർക്കുന്നുണ്ട്, ചങ്ങലമ്പരണ്ട ചേർക്കുന്നുണ്ട്, മുക്കൂറ്റി ചേർക്കുന്നുണ്ട് പ്രത്യേകമായിട്ട്. ഇതിന്റെ ആദ്യത്തെ പ്രോസസ്സ് ധാന്യാമ്ലം ഉണ്ടാക്കലാണ്. അതിന് 2 ആഴ്ച വരും. 2 ആഴ്ച പിടിക്കും. അപ്പൊ ഇതിന്റെ പ്രോസസ്സ് തുടങ്ങുന്നതിന് ആദ്യം തന്നെ നമ്മൾ 15 ദിവസം മുമ്പ് ധാന്യാമ്ലം ഉണ്ടാക്കി വെക്കും. അപ്പൊ ഇവിടെ നമ്മൾ 15 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച ധാന്യാമ്ലം ഉണ്ട്. അതിലാണ് ഇന്നിപ്പോ നമ്മൾ പ്രോസസ്സ് ഒക്കെ കാണുന്നത്. ഇന്ന് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ചെറിയ ബാച്ച് ധാന്യാമ്ലം ഉണ്ടാക്കുന്നുണ്ട്. അതും കാണാം. കൃത്യമായിട്ട് ഇതിപ്പോ ഡോക്ടർ കണ്ടെത്തിയ സാധനമൊന്നും അല്ല. നമ്മൾ മുന്നത്തെ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ അതിലത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും വിശദമായിട്ട് അതിന്റെ പ്രോസസ്സും കാണിക്കാറില്ല. ഇതിപ്പം ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാവുന്നതാണ്. നമ്മളുടെ തന്നെ ഇത് വാങ്ങണം എന്നൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസിന് പരിചയപ്പെടാം. അതെ, മുറിവെണ്ണയിലേക്കുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഒന്ന് മുരിക്കിന്റെ ഇലയാണ്, അടുത്തത് മുരിങ്ങയുടെ ഇലയാണ്, ഇത് ഉങ്ങിന്റെ തൊലി, ഇത് പച്ചയ്ക്ക് പറിച്ചെടുക്കുന്ന ഉങ്ങിന്റെ തൊലി ചീന്തി എടുക്കുക ചെയ്യാം. ഉങ്ങിൽ നിന്ന് ഇത് ചീന്തി എടുക്കും. അടുത്തത് ചെറിയ ഉള്ളി. ഇതാണ് താറാവ് എന്നൊക്കെ പറയുന്നത്. താറാവ് കുടൽ ചുരുക്കി എന്നും പറയും. വയറ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുറിവെണ്ണ തേച്ച് കഴിഞ്ഞാൽ വയറ് കുറയും. പണ്ട് കാലത്ത് സ്ത്രീകള് പ്രസവശേഷം ഈ താറാവ് തമിഴ്നാട്ടിൽ പറയും, താരതാവല അരച്ച് വയറിൽ കെട്ടുക ചെയ്തിരുന്നത്. അപ്പൊ വയറ് ചുരുങ്ങും. അതിന് കുടൽ ചുരുക്കി എന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് അടുത്തത് വെറ്റിലയാണ്. സാധാരണ വെറ്റില. ഇതിന്റെ തണ്ടും ഒക്കെ അടക്കം എല്ലാം അടക്കം നീരെടുക്കും. അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീരെടുക്കും. അപ്പൊ അവിടെ 2 പേര് നിന്നിട്ട് അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അടുത്തത് കറ്റാർവാഴയാണ്. ഇത് എങ്ങനെയാ? ഇത് മൊത്തം എടുക്കും? അതിന്റെ ഉള്ളിൽ ജെല്ല് മാത്രം എടുക്കോ? അല്ല, നീരെടുക്കുമ്പോ നമ്മള് 2 സൈഡും കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് അതിന്റെ നീരെടുക്കും. അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും. പിന്നെ നമ്മള് ഈ മുറിവെണ്ണയില് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഗുരുക്കന്മാരും ഓരോ ആചാര്യന്മാരും അവരവരുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ചില ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർക്കുന്നത് ഒന്ന് പിച്ചകമാണ്. ഇത് തോവാള പിച്ചി എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്ന പിച്ചകമാണ്. ജാത്യാദി ഘൃതത്തിലേക്ക് പ്രധാനപ്പെട്ട ചേരുവയാണ് ജാതി. അപ്പൊ ഇത് ഇതിന്റെ നീര് നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം പേര് മുറിവിനും കൂടി മുറിവുകൾക്ക് കട്ട്സ് ആൻഡ് വൂണ്ട്സ് അതിനും മുറിവെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന് ഈ പിച്ചകവും അതുപോലെ തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് നമ്മൾ അതിൽ എക്സ്ട്രാ ചേർക്കുന്നത്. അത് ചങ്ങലമ്പരണ്ടയാണ്. ചങ്ങലമ്പരണ്ട ഇപ്പോൾ ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ചങ്ങലമ്പരണ്ടയുടെ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുറിവെണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ചങ്ങലമ്പരണ്ടയ്ക്ക് ഒടിവ്, ചതവ്, അസ്ഥിഭ്രംഗം, ഭ്രംശം അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വളരെ നല്ലതാണ് ഈ ചങ്ങലമ്പരണ്ട. ഇതാണ് ഈ മീറ എന്നൊക്കെ പറയുന്നത്. ഇതൊരു പശയാണ്. നമുക്ക് കാണുന്നില്ലേ? കറക്റ്റ് ഭംഗിയിൽ കാണുന്നില്ലേ തിളങ്ങുന്നത്? പശ നമ്മുടെ കായം ഒക്കെ പോലെ അല്ലെ, സാമ്പാറിലിടുന്ന കായം ഒക്കെ പോലെ ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പശയാണ് ഇത്. ഇതിൽ പിന്നെ കൽക്കമായിട്ട് നമ്മൾ ഈ ശതാവരിയും കൂടി അരച്ചു ചേർക്കും. അത് സ്വതവേ എല്ലാവരും അരച്ചു ചേർക്കുന്നുണ്ട് കൽക്കമായിട്ട്. അപ്പോ ഈ ശതാവരി ഇതിന്റെ തൊലി കളഞ്ഞ് നാരും കളഞ്ഞിട്ട് ഈ കിഴങ്ങും കൂടി അരച്ചു ചേർക്കും. അപ്പൊ ഇത് രണ്ടും കൽക്കമായിട്ട് അരച്ചു ചേർക്കും. ബാക്കിയുള്ളതിന്റെ എല്ലാം നീരെടുക്കും. ധാന്യാമ്ലം അഥവാ വെപ്പുകാടി എന്ന് പറയും. അതിലാണ് ഇത് ഒഴിച്ചിട്ടാണ് നീരെടുക്കേണ്ടത്. പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചിട്ടല്ല. അപ്പൊ അതിനുള്ള വെപ്പുകാടി നമ്മളിത് ഒരു വലിയ പ്രോസസ്സാണ് വെപ്പുകാടി വെക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാനുള്ള വെപ്പുകാടി 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയതിലാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ബാച്ച് 25 കിലോ വെപ്പുകാടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഒന്ന് പൊരിയാണ്, നമ്മുടെ പൊരി, പിന്നെ മുതിര, ഇത് ഉണക്കലരി, പിന്നെ ഇത് എള്ള്, കറുത്ത എള്ള്, എള്ള്, സാധാരണ എള്ള്, കാലെള്ള്. ഇത് യവം എന്ന് പറഞ്ഞാൽ ബാർലിയുടെ അരി, യവം.
ഇത് അറിയാലോ, റാഗിയാണ് ഇത്. പിന്നെ ഇത് അയമോദകമാണ്. അയമോദകം ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാനുള്ളതാണ്. ഇത് വരകില്ലേ, മില്ലറ്റ്, വരകാണ് ഇത്. പിന്നെ ഇത് അവല്, ഇത്രം പിന്നെ ചെറുനാരങ്ങ. ഇത് ചെറുനാരങ്ങ മുറിച്ചിടും, അതൊക്കെ നമുക്ക് കാണാം. പാത്രം, ചെമ്പ് വെച്ച് അല്ലെങ്കിൽ മണ്ണിന്റെ കലം വെച്ച് ആദ്യം വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ ഓരോരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇട്ട് മൂടിക്കെട്ടി തീ കൊടുത്ത് തിളയ്ക്കുമ്പോൾ ചെറിയ തീയരിച്ച് 7 ദിവസം ഇതുപോലെ ചെറിയ തീയിൽ വേവിച്ച് 8ാമത്തെ ദിവസം അതിന്റെ അരിച്ചെടുക്കും. വീണ്ടും ഒരാഴ്ച കൂടെ വെക്കുമ്പോഴേക്കും ഇത് അമ്ലമായിട്ട് നമ്മളിപ്പം ഒരു പുളിരസത്തോടു കൂടി വരും. നമ്മള് സ്വർക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ. അപ്പൊ അതേപോലെ ഇതൊരു അമ്ലാംശമുള്ളതായിട്ട് മാറും. ഇതിലാണ് ഇതിന്റെ എല്ലാം നീരെടുക്കേണ്ടത്. അപ്പോഴാണ് അതിന് ഏറ്റവും ഫലസിദ്ധി ഉണ്ടാവുന്നത്. ഉദ്ദേശിക്കുന്നത് 2 ആഴ്ച മുന്നേ ഈ പരിപാടികളൊക്കെ ചെയ്യണം. അപ്പൊ 8ാമത്തെ ദിവസം അരിച്ചു വെക്കും. വീണ്ടും അതിൽ ചൂടുവെള്ളം ചേർത്ത് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ തിളപ്പിച്ച് ചെറിയ തീയരിച്ച് ഒരാഴ്ചയും കൂടി തിളപ്പിച്ച് ഒരു പ്രാവശ്യം കൂടി എടുക്കും. ഈ 25 കിലോയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ഇൻഗ്രീഡിയന്റ് 2 പ്രാവശ്യം നമുക്ക് മരുന്നെടുക്കാൻ പറ്റും. അത് ഊറ്റിയെടുത്തതിന് ശേഷം ഒരാഴ്ചയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി ഇന്ന് എടുത്തു വെച്ചിരിക്കുകയാണ്. ചെറിയൊരു ബാച്ച് നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. എന്നിട്ട് ഇതിന്റെ നീരില് അല്ല, ഈ ധാന്യാമ്ലത്തിലാണ് ഇതിന് ഓരോ അളവുകളില്ല. ഇത്ര ലിറ്റർ വെള്ളം, അതിന് ഓരോ സാധനത്തിന് ഓരോ അളവുകളുണ്ട്. ഇതിപ്പോ ആ അളവിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനി ചെയ്യണതാണോ, ഇനി കാണിക്കാൻ പോണത്? ഇനി ഇത് ചെയ്യുന്നത്, അതായത് ധാന്യാമ്ലം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ധാന്യാമ്ലം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ കണ്ടുല്ലോ. ഇനി അത് ഉണ്ടാക്കാണത് നമുക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടാ. പൊരി ഒഴിച്ച് ബാക്കി എല്ലാം പൊടിച്ചു ഇതാ കണ്ടില്ലേ, എല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൊടികളൊക്കെ അതേ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ചിലരിത് കിഴികെട്ടിയും ഇടും കേട്ടോ, നമ്മൾ കിഴികെട്ടി ഇടാറില്ല. ഇതേ ചെറുനാരങ്ങ കാണിച്ചിരുന്നു, അത് ഇതേ മുറിച്ച് ഇതിലിട്ട് കൊടുക്കാണ്. ഇനി ഇത് ഇളക്കുന്നതിനും പ്രത്യേകത ഉണ്ട് കേട്ടാ. ഇത് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ, ഏത് ദിശയിലാണോ ഇളക്കിയത് അതേ ദിശയിൽ തന്നെ ഇളക്കണം. ഇന്ന് ഏത് ദിശയിലാണോ അല്ല ഏത് സമയത്താണോ ഇളക്കിയത് അതേ സമയത്ത് തന്നെ നാളെയും ഇത് തുറന്ന് ഇളക്കും. അങ്ങനെ 7 ദിവസം തീയരിക്കും, 7 ദിവസം അതേ സമയത്ത് തന്നെ ഇളക്കി വെക്കും. ഇതിപ്പോ ദിവസത്തിലപ്പോ ഒരൊറ്റ പ്രാവശ്യം ഇളക്കുള്ളൂ. ഇനിയിപ്പോ ഈ ഇളക്കൽ കഴിഞ്ഞ് മൂടിയിടും. നാളെ അതേ സമയത്ത് തുറന്നിട്ട് ഇളക്കും. അങ്ങനെ 7 ദിവസം നേരിയ തീയരിച്ച് ഇത് വെന്ത് 7 ദിവസം കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ വെച്ച്. ചില ആൾക്കാർ 4 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന്നെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. കറക്റ്റ് ആയിട്ട് 7 ദിവസം തീയരിച്ച് 7 ദിവസം പിന്നെ കെട്ടിവെച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നും കൂടി എടുക്കും. ഇതാണ് ധാന്യാമ്ലം കേട്ടോ. നമ്മൾ 2 ആഴ്ച മുന്നേ ഇന്നത്തെ മരുന്നുകൾ അല്ല, ഇന്ന് മുറിവെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ച മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ധാന്യാമ്ലമാണിത്. ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇലകൾ അരയ്ക്കണ കണ്ടില്ലേ, അതിൻ്റെ നീരെടുക്കാൻ പോവാണ്. ഇത് ചതച്ചതാണ് കേട്ടോ. മുറിവെണ്ണയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളി. ഇവിടെ ഉള്ളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ ഉള്ളി നീരെടുക്കുകയായിരുന്നു ഇവർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റൂമിലേക്ക് വരുമ്പോൾ ആ ഉള്ളിയുടെ ഇതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. ഇവിടെ നിൽക്കുന്നവരും ഇവിടേക്ക് വരുന്നവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക. പല്ല് എടുത്തിട്ടേ അതിൻ്റെ നീരാണ് ഇവിടെ, അതിൻ്റെ കൂടെയാണ് ഇതും കൂടി. അപ്പോൾ അതേ ഇലകള് പിന്നെ ഉങ്ങിൻ്റെ തൊലി അതൊക്കെ അരച്ചതാണിത്. അതിൻ്റെ നീരെടുക്കാൻ പോവാണ് ധാന്യാമ്ലം കൂടി ചേർത്തിട്ട്. ധാന്യാമ്ലം ചേർക്കുന്നു.
മറ്റേ ധാന്യാമ്പളം കുറച്ച് ഇതിൽ ഒഴിച്ചു. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇത് ഉള്ളിനീര്. ഉള്ളിനീര് ദേ ആദ്യം ഒഴിച്ചു കേട്ടാ. ഇനി ഒരു പ്രാവശ്യം കൂടി എടുക്കാനുണ്ട് ഉള്ളിനീര്. ഇനിയിപ്പോ അടുത്ത നീരുകള്. ഉള്ളി ചതച്ചതായാലും ഈ ധാന്യാമ്പളം ചേർത്തിട്ട് തന്നെയാണോ നീരെടുക്കുക? ഉള്ളിക്ക് നീരുണ്ടല്ലോ, ആവശ്യമില്ല. അല്ല, ഇനിയിപ്പോ ആ ചണ്ടിയിൽ ഒന്നും കൂടി ധാന്യാമ്പളം ഒഴിച്ച് ഒന്നും കൂടി നീരെടുക്കും. ഉള്ളിയും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള നീര് എത്രയുണ്ടോ അതിൻ്റെ 4/1 വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക. അതായത് 100 കിലോ നീരുണ്ടെങ്കിൽ 25 ലിറ്റർ വെളിച്ചെണ്ണ ചേർക്കും. പിന്നെ അതിൽ കൽക്കം, ശതാവരി, മുറു, കൽക്കം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും നീര് ധാന്യാമ്പളം ചേർത്ത് എടുത്തു കഴിഞ്ഞു. പിന്നെ ഉള്ളിനീരും ചേർത്തു. ഇപ്പം മൊത്തം ഇത് 360 ലിറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നീരെല്ലാം ചേർന്ന് എത്രയുണ്ടോ അതിൻ്റെ 4/1 വെളിച്ചെണ്ണ എടുക്കേണ്ടത്. അപ്പോൾ ഇത് 360ൻ്റെ 4/1 90 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇതിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ചേർക്കാനുള്ളത് കൽക്കമാണ്. അതായത് മുറുവും ശതാവരി നാരും തൊലിയും കളഞ്ഞത് ധാന്യാമ്പളം ചേർത്ത് അരച്ചതാണ്. അത് ചേർക്കുന്നത് ഈ നീരിനി നന്നായിട്ട് തിളച്ച് വറ്റി മെഴുപ്പാകമാകുമ്പോൾ വേണം ഇത് ചേർക്കാൻ. നമ്മൾ മുറുവെണ്ണ ഉണ്ടാക്കാൻ തുടങ്ങിയതിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന് 5ാമത്തെ ദിവസമായിട്ടാ. അപ്പോൾ ഈ നീരുകളും 360 ലിറ്ററോളം നീരും എല്ലാം ചേർന്ന് ധാന്യാമ്പളമൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 90 ലിറ്റർ വെളിച്ചെണ്ണയും ഇതും ചേർത്തിട്ടാണ് ഇതിങ്ങനെ തിളച്ച് ഇത് മെഴുപ്പാകമാവുമ്പോഴാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മെഴുപ്പാകം ആവാറായിട്ടുണ്ട് അല്ലേ? ആയി. അതായത് ഇതേ കാണിച്ചു തരാട്ടാ. പോലത്തെ സാധനമാണ് അല്ലേ എടുക്കുക. അത് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ കൈമേലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ ഉരുണ്ട് കിട്ടണം. ഇതേ കണ്ട ഇതാണ് പാകട്ടാ. അപ്പം നമ്മളിപ്പോൾ ഇപ്പം ഇത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഇനി വല്ലവരും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകം കാണിച്ചു തരാണ്. അതിൻ്റെ ഈ അടിയിൽ നിന്ന് ഇങ്ങനെ ഇത് വരണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൊറ്റൻ പോലെ ഇങ്ങനെ വരണ്ട് നമുക്ക് അടിയെ പിടിച്ചൊരു സാധനം ഇങ്ങനെ കിട്ടും. ആ കിട്ടുന്നത് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കണം. അതിനെ എന്ത് പറയും? മെഴു. ഇതിനിങ്ങനെ ആക്കുമ്പോൾ കണ്ട ബോൾ പോലെ ഇങ്ങനെ വരും, കൈമേലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ആ സമയത്ത് ഇതിൻ്റെ അടിയിൽ ഇതേ കണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്ന കണ്ട അതെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയത്. ഇങ്ങനെ ഉരുട്ടിയപ്പോൾ ഇതിങ്ങനെ വന്നു. ഇനി ഇതിൽ കൽക്കം ആണ് ചേർക്കുന്നത്. കൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരം മുറു എന്ന് പറയുന്ന സാധനം ഇപ്പോഴാണ് ഇനി അത് മുറിവെണ്ണ ആവണുള്ളൂ അല്ലേ? ഇത് ചേർക്കുമ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ജലദോഷമായിരുന്നു കേട്ടോ. ടവലും കൊണ്ടാണ് ഞാൻ വന്നേക്കണേ. മൂക്കിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കുറച്ച് സമയം ഞാൻ വന്നിട്ട് ഇത് ഈ മെഴുപ്പാകമായിട്ട് വേണത് ചേർക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മണം അടിച്ചിട്ടാണ് കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ഒരു കുഴപ്പമില്ല, മൂക്കടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊരു നല്ല മണാന്നറിയോ വരുന്നത്. അപ്പോൾ ഈ മുറിവെണ്ണ ജലദോഷത്തിനും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഈ ഔഷധവനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഫാക്ടറിയിലേക്ക് ഇപ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ വരുന്നു. അപ്പോഴൊന്നും ഇത്രയും നല്ല സ്മെല്ല് വരാറില്ല. ഈ ഒരു മണം ഭയങ്കര നല്ല മണം. ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അസുഖങ്ങൾ വരില്ല അല്ലേ? ഇവരെപ്പോഴും ഇതല്ലേ ശ്വസിക്കണത്. ചെറുപ്പമായും സൗന്ദര്യമായിട്ടും വന്നോണ്ടിരിക്കുക അല്ലേ? ഇനി ഇവിടെ ഒരു വേക്കൻസി വരാണെങ്കിൽ പറയണം കേട്ടാ. നോക്കാൻ പറ്റില്ലായിരുന്നു. സൈഡിലുള്ള ഒരു ബ്ലാക്ക് സംഭവം ഈ ചേച്ചി നമ്മള് ഇത് നമ്മളുടെ സിവറ്റിനെ തേക്കാൻ പറയും. റജുന എന്ന് പറയാൻ നമ്മളിതിന്റെ മറ്റെടുത്ത് തേക്കാൻ പറയും. അതൊന്നാണ് തേക്കാറില്ല. പക്ഷെ ഈ മരുന്നിന്റെ മണക്കടിച്ച് അടിച്ചടിച്ച് അതാ ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ വല്ല വേക്കൻസി വരാണെങ്കിൽ പറഞ്ഞോളാം, ഞാൻ വരാം. കൽക്കം വരച്ചത് ഏതാണ്ട് ഒരു 10 കിലോളം ഉണ്ട് കേട്ടോ. അതും ഇങ്ങനെ അളവുണ്ടാവും അല്ലേ? അങ്ങനെയുണ്ടാവും. ഇനി ഇപ്പം നമ്മൾ ചേർത്തില്ലേ കൽക്കം, ഇത് ചേർത്തിട്ട് ഇനി എത്ര സമയം? അതോ ഇതിനുള്ള പാകം അറിയാമല്ല? ഇനിയിപ്പോൾ അടുത്തത് ഇപ്പം ഇത് മെഴുപ്പാകല്ലേ, ഇനി ഇത് മണൽപാകമാവും. അപ്പോൾ ആയിരിക്കും കഴിഞ്ഞു. ഇനി അധികം നേരമില്ല, പെട്ടെന്നാവും. ഇപ്പം ഇത്ര കൽക്കല്ലേ ചേർത്തിട്ടുള്ളൂ, അതാവുമ്പോഴേക്കും ആവും. തീ കത്തിക്കൽ നിർത്തും. ഇനി ഇതിന്റെ ചൂടുണ്ടാവും. ഇപ്പൊ നമ്മുടെ കൽക്കം അതിൽ ചേർത്തിട്ട് അരക്ക് പാകമായി. ഇതിന് അരക്ക് പാകം എന്നാണ് പറയാ. മെഴുപ്പാകം വിട്ടു, മെഴുപ്പാകത്തില് നമ്മള് ചേർത്തു.
അരക്ക് ഭാഗം. ഇനി ഇത് മണൽപ്പാകം ആവണം, അപ്പോഴാണ് ഇത് എടുക്കാറാവുള്ളൂ. ഇതിപ്പോ അരക്ക് പാകമായിട്ടുണ്ടല്ലോ, ഇനി ഇത് മണൽപ്പാകമാവുമ്പോഴാണ് ഇറക്കേണ്ടത്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിൽ ആവും. അതുകൊണ്ട് ഇതിങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട കുറേ പേര് സർവ്വസന്നാഹങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. പാത്രം, അതെടുക്കാനുള്ള പാത്രം, അരിക്കാനുള്ള അരിപ്പ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഉരുളിയിൽ നിന്ന് ഇത് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ പാകം തെറ്റും. ഇങ്ങനെ കാരണം അത്രയും ചൂട്ടത്തല്ല ഇതിരിക്കണത്. നമ്മളൊരു തിരി കത്തിച്ചിട്ട് ഇതിൻ്റെ ഇതിൽ ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിന് എടുക്കുമ്പോൾ മണൽപ്പാകമായിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതിൽ ഇനി വല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ചെയ്യുകയാണ്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടും. പൊട്ടുന്നില്ല അല്ലേ? പാകം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മുഴുവൻ ഒരു ഉപയോഗമില്ലാതെ കളയേണ്ടി വരും. അപ്പൊ പാകം വളരെ പ്രധാനമാണ്. പാത്രഭാഗത്തിന് തീ കുറയ്ക്കും. പിന്നെ ഇതിലിരുന്ന് ഇതാക്കും. പിന്നെ ഇത് കൂടുതലാവാതിരിക്കാൻ വേണ്ടി, അതായത് ഇതിന്റെ മൂപ്പ് കൂടാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ മാറ്റും. ഇവിടെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രദേശം മുഴുവനും ഇതിന്റെ സുഗന്ധം ഉണ്ടാവും കേട്ടോ. കിട്ടണില്ലേ പച്ചക്കളറ്? ഇനിയിപ്പോൾ ഇത് ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് ഒരു ദിവസം ഇനി വെക്കും. അപ്പോൾ ചൂടാറുമ്പോൾ ഇത്തിരി കൂടി ഇത് കട്ടിയാവും. എന്നിട്ട് പാക്ക് ചെയ്യും. പിന്നെ പാക്കിങ് ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, കുപ്പികളിൽ നിറയ്ക്കണമൊക്കെ വേറെ മറ്റേ പൈൽസ് ഓയിൽ, വെരിക്കോസ് ഓയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മെഷീൻസ് വഴി തന്നെ പാക്ക് ചെയ്ത് മറ്റേ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കലും അതുമേ എന്താണ് ബാച്ച് നമ്പർ പ്രിന്റ് ചെയ്യൽ, വില, അങ്ങനത്തെ കാര്യങ്ങൾ പ്രിന്റിങ്, അതൊക്കെ ഇനി നാളെ ആയിരിക്കും ചെയ്യുക അല്ലേ. അപ്പം നമ്മളിപ്പോൾ അത് ആക്കി വെച്ചിട്ടുള്ള കുറച്ച് ബോട്ടിലുണ്ട്. അപ്പം അങ്ങനെ മുൻപത്തെ ബാച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ബോട്ടിലാണ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ വേണ്ടി ഡോക്ടർ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഇപ്പോൾ എടുക്കുമ്പോൾ നല്ല പച്ച കളറിലല്ലോ ഒഴിക്കുന്നത്. അത് ക്യാമറയിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനത് നാളത്തേക്ക് ആകുമ്പോഴത്തേക്കും അത് എങ്ങനെയാവും. ഞാൻ കയ്യിൽ ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടാ നല്ല പച്ച കളറിൽ. അപ്പം ഇത് വേണമെന്നുള്ളവർ SBMൻ്റെ ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇത് വേണമെന്നുള്ളവർക്ക് ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അല്ലാത്തവർക്ക് വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് കിട്ടും. വേറെ കടകളിലൊന്നും ഇത് കിട്ടില്ല. പൂമാ ടാബ്ലറ്റൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പക്ഷെ അതുപോലെ ഇത് കിട്ടില്ല. ഇത് ഈ പറഞ്ഞ ഇതിലാണ് കിട്ടുക കേട്ടോ. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കേട്ടറിഞ്ഞു. ഇപ്പോൾ 4 ദിവസമായിട്ട് ഡോക്ടർ പറഞ്ഞ് ഞാനിതെല്ലാം പഠിച്ചു. ഇതിൻ്റെ ഈ ഗുണങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് നമ്മളുടെ വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ഇതായിട്ട് നമ്മൾ വെക്കില്ലേ, അതുപോലെ എല്ലാ വീട്ടിലും എല്ലാവരും ഒരു കുപ്പി വെച്ചിരിക്കണം. അത്രയ്ക്കധികം ഗുണങ്ങളാണ് ഇതിൻ്റെ. അത് നമുക്ക് ഇവർ പറഞ്ഞു തരും. ഇവരെയാണ് കൺസൾട്ടേഷൻ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രീദേവി ഡോക്ടറേക്കാൾ നന്നായിട്ട് പറയാനറിയ ഇവർക്കാണ്. അതുകൊണ്ടാണ് ഇവരെവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞു, മുറിവെണ്ണ എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ പൊതുവെ എല്ലാവരും കരുതേണ്ട ഒരു മെഡിസിനാണ്. അത് ഒടിവ്, ചതവ് എന്ന് പറയുന്ന പറ്റുന്ന ഇതുകൾക്കാണ് നമ്മൾ അധികം കേട്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മുറിവെണ്ണയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ വീണ് മുറിഞ്ഞുണ്ടാകുന്ന മുറിവുകൾക്കോ ഒരു തീപ്പൊള്ളലിനോ വയറ് ചാടി നിൽക്കുന്നവർക്ക് വയറ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക്, വേദനയും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും എല്ലാവർക്കും ഈ മുറിവെണ്ണ തന്നെ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതെ, നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നില്ല. അതായത് ഒരു മുറിവ് പറ്റുമ്പോൾ നമ്മൾ പുരട്ടുന്ന മരുന്ന്, ആ മരുന്ന് തന്നെ നമുക്ക് വയറ് കുറയ്ക്കാനും പറ്റും എന്ന് പറയുമ്പോൾ വയറ് കുറയാനായിട്ട് പറ്റുമ്പോ ചൂടാക്കിയിട്ട് മേലോട്ട് തടവി കൊടുക്കണം. അത് ശരി, അങ്ങനെയുണ്ട്. അതിന്റെ ഉപയോഗിക്കുന്ന വിധത്തിൽ മാറ്റണ്ടല്ലേ. താർതാവൽ കുടൽ ചുരുക്കി എന്ന് പറയുന്ന താർതാവിൽ ചേർന്നതുകൊണ്ടാണ് മുരിങ്ങയുടെ ഇല, കറ്റാർവാഴ, മുരിക്കിന്റെ ഇല മുറിവുകൾക്ക് ധാന്യാമ്ലം അതൊക്കെ ചേർക്കണോണ്ട് വയറ് കുറയാനായിട്ട്, അബ്ഡോമിനൽ ഫാറ്റ് കുറയാനായിട്ട് താഴ്ന്ന് മുകളിലേക്ക് ഒഴിയണം. ചൂടാക്കിയിട്ട് ലോക്കലായിട്ടുള്ള അഭ്യംഗങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കാം. അതായത് ബോഡി മസാജ്, അതിനും മുറിവെണ്ണ നമുക്ക് ഉപയോഗിക്കാം. അത് ശരി. അപ്പൊ വെറുതെ നമുക്ക് ആകെ മേല് തേച്ചിട്ട് നമുക്ക് കുളിക്കാം. പ്രായമായവർക്കൊക്കെ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ചൂടാക്കിയിട്ടാണോ തേച്ച് കുളിക്കേണ്ടത്? അതോ ചെറുതായിട്ട് മൈൽഡായിട്ടൊന്ന് ചൂടാക്കി. അത് ശരി. അപ്പോൾ
ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് വീഴാനൊക്കെ പോകുമ്പോ കാലൊക്കെ തീർന്നിട്ട് ഉളുക്കൊക്കെ പറ്റില്ലേ, അതിനും നല്ലതാണ്. ഒക്കെ ചൂടാക്കിയിട്ടാണോ? ചൂടാക്കിയിട്ട് ഒന്ന് ആദ്യം നന്നായി ഒന്ന് തടവുക. അതിനുശേഷം ഒരു പഞ്ഞിയിൽ മുറിവെണ്ണ വെച്ച് കെട്ടി കൊടുത്താൽ മതി, ബാൻഡേജ് പോലെ. അത് ശരി. ഈ ഉളുക്ക് പറ്റിയ സ്ഥലത്ത് അല്ലേ? മുറിവിലും അങ്ങനെ വെച്ച് കെട്ടാം. മുറിവുകൾക്ക് ആൾക്കാർ എടുക്കുന്നത് കൊണ്ടാണ് നമ്മള് ജാത്യാധികൃതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ജാതി ഉണ്ടല്ലോ, പിച്ചകം, ആ തോവാള പിച്ചിയുടെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുറിവിന് നന്നായി ഉപയോഗിക്കാം, വ്രണങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ പൊള്ളൽ എന്ന് പറഞ്ഞ പൊള്ളലിന്റെ പാടിനാണോ അതോ പൊള്ളുമ്പോ? പൊള്ളി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വൂണ്ടോയിൽ വെച്ച് കഴിഞ്ഞാൽ പാട് പോലും വരാതെ അപ്പൊ തന്നെ പോകും. പക്ഷെ ഈ മുറിവെണ്ണയും അതുപോലെ തന്നെ ഉപയോഗിക്കാം. പാട് പക്ഷെ വരും കേട്ടോ മുറിവെണ്ണ വെച്ചാല്. പക്ഷെ മുറിവിന്റെ നീറ്റോ വേദനയൊന്നും ഉണ്ടാവില്ല, പൊങ്ങിയൊന്നും വരില്ല, വ്രണമായാലും മുറിവെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ പാട് വരും. ലിഗമെന്റ് ഇഞ്ചുറികൾക്ക് നല്ലതാണ് മുറിവെണ്ണ. അതെ അതെ. എന്റെ കാട്ടില് വീണിട്ടേ കാലില് ലിഗമെന്റിന് ഫ്രാക്ചർ ആയിട്ട് ഒന്നും ചെയ്തില്ല, ഈ മുറിവെണ്ണ മാത്രം വെച്ച് കിട്ടിയിട്ടാ മാറിയത്. പിന്നെ നമുക്ക് തന്നെ പാരയായിട്ടുള്ള വേറൊരു കാര്യം കൂടി പറയാം. വെരിക്കോസ് വെയിന്, നമുക്ക് വെരിക്കോസ് ഓയിൽ ഉണ്ട്, അതിൽ നമ്മൾ പിച്ചൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ ഇത് വെരിക്കോസ് വെയിന് നല്ലതാണ്. അപ്പൊ വെരിക്കോസിന് പൈൽസ് ഉള്ളവർക്ക് പൈൽസിനും ഇത് പഞ്ഞിയിലൊക്കെ ആക്കിയിട്ട് വെച്ചു കൊടുക്കാം. പൈൽസിന് നല്ലതാണ്, വെരിക്കോസിന് നല്ലതാണ്. അപ്പൊ ഇതിന് എന്തിനാ ഇതിനിപ്പോ പേരിടുക? അല്ല, ഈ പ്രസവശേഷം വയറ് ചുരുങ്ങാനൊക്കെ ഉപയോഗിക്കാം. പണ്ടൊക്കെ എല്ലാ വീട്ടിലും വെക്കൂല്ലേ? ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, അച്ഛനും അമ്മയുള്ള സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അമ്മയും കൂടി മരിച്ചു കഴിഞ്ഞപ്പോ പിന്നില്ല. പ്രായമായവരാണ്. അപ്പൊ നമ്മളുടെ ഒരു വിചാരം എന്താ വെച്ചാൽ അവർക്ക് പറ്റുള്ളൂ, അങ്ങനെയാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി.